നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ തന്നെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മീനിങ്ങും ഡെഫിനേഷനും. അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആവശ്യം, പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുക. എന്നുവെച്ചാൽ പണ്ട്, വളരെ പണ്ട്, പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ എങ്ങനെയായിരുന്നു, മനുഷ്യൻ മൃഗങ്ങളെ പോലെയായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല, എന്താ പറയുക, എല്ലാം നേച്ചറിന് വിട്ടേക്കുമായിരുന്നു അല്ലേ. അസുഖങ്ങൾ വന്നാലും നേച്ചർ ഹീൽ ചെയ്യും, നമുക്ക് പ്രത്യേകിച്ചായിട്ടുള്ള കാര്യം. പക്ഷെ എന്നാലും പ്രീ ഹിസ്റ്റോറിക് ടൈംസിലും ആൾക്കാർ മനുഷ്യരുടെ ബുദ്ധി പ്രയോഗിച്ച് ഓരോ മരുന്ന് ചെടികൾ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആസ് പെർ ദ നമുക്ക് കിട്ടിയേക്കണ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ദേ ലെഫ്റ്റ് എവറിത്തിങ് ടു നേച്ചർ. സൂര്യൻ രക്ഷിച്ചോളും, നദികൾ, വെള്ളം, അതായിരുന്നു നമ്മളെ നോർമൽ ഇത് പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ. പിന്നെ ഒരു പീരീഡ് എത്തിക്കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മളുടെ ഇന്ത്യൻസ്, അറബ്സ്, ഗ്രീക്സ്, റോമൻസ്, ഇവർക്കൊക്കെ അവരുടേതായ തരത്തിലുള്ള ഒരു മെഡിക്കൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടേതായ തരത്തിലുള്ള പച്ചമരുന്ന് കോമ്പിനേഷൻസ് ഫോർ സം ഡിസീസസ്. അങ്ങനെ അതൊക്കെ യൂസ് ചെയ്ത് കുറേയൊക്കെ അസുഖങ്ങളെ തുരത്താൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ മിഡീവൽ പീരീഡൊക്കെ ആയപ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാത്തിനും എന്താ പറയുക, മനുഷ്യൻ്റെ ഫുൾ ബോഡി കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. എല്ലാ ഓർഗൻസും കണ്ടുപിടിച്ചു, അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, ഹോർമോൺസ്, എല്ലാ സംഭവങ്ങളും പഠിച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ സിസ്റ്റം കുറേ അധികം ഡെവലപ്പ് ചെയ്തു, കുറേയും കൂടി അധികം ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയ, ഇപ്പോൾ ഒരു എപ്പിഡമിക് സംഭവിച്ചപ്പോൾ തന്നെ, കോളറ ആണെങ്കിലും അതെ, സ്പാനിഷ് ഫ്ലൂ, അങ്ങനെ കുറേ എപ്പിഡമിക്സും കാര്യങ്ങളും ഒക്കെ ഈ നമ്മുടെ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ നല്ല ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അത്ര വലിയ പ്രശ്നമില്ലാണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പോളിയോ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസായിട്ട് നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ അതേപോലെ കോളറ ആണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം, കോളറ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നറിയാം. ആക്ച്വലി ഹെൽത്ത് എഡ്യൂക്കേഷനാണ് കുറേയൊക്കെ നമ്മൾക്ക് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും അസുഖങ്ങൾ വന്നാൽ അത് എഫക്റ്റീവ്ലി അതിനെ ക്യൂർ ചെയ്യാനും കഴിഞ്ഞത് ഒരു പകുതി ഭാഗം നമ്മളെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ അപ്പം അതാണ് ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഉണ്ട്, മിഡീവൽ പീരീഡ് ഉണ്ട്, അതിന് മുന്നത്തെ മിഡീവൽ പീരീഡിൻ്റെ മുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ഏജസിനെ അതിലുള്ള സമയത്തുള്ള എന്തൊക്കെയായിരുന്നു പ്രാക്ടീസസ്, അതിനെക്കുറിച്ചാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഗിവിഷൻ. അതിന് മുന്നേ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ തന്നെ. നെക്സ്റ്റ് മീനിങ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് ആവശ്യം? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് പ്രോപ്പർലി നടക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിൻ്റെ കായ, ആ കായ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, പോയ്സണിൻ്റെ എഫക്റ്റാണ്. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ട്, എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട്, അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കായ കഴിക്കില്ല. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അറിയണ്ടാവും, നമ്മളുടെ ഫോർ ഫാദേഴ്സിന് ഈ കാര്യങ്ങൾ അറിയായിരുന്നു. അവർ നമ്മൾക്ക് പതുക്കെ ജനറേഷൻ ത്രൂ ജനറേഷൻ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ ഇതുകൊണ്ട് പീപ്പിൾ ഹാവ് ടു റിയലൈസ് വാട്ട് ആർ ദ correct things to do and what are the wrong things to be given up or avoided if proper health has to be maintained. എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പർലി ചെയ്യേണ്ടത് എന്ന് അറിയണം. അതാണ് അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് എൻഗേജിങ് പീപ്പിൾ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഫോർ ദ ഡിസൈർഡ് ബിഹേവിയർ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഹെൽത്ത്. അപ്പോൾ ഇതാണ് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏറ്റവും നന്നായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നന്നായിട്ടൊരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. നമ്പർ 89 ഓഫ് 1954 ടെക്നിക്കൽ റിപ്പോർട്ടിൽ അത് പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ലൈക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഇസ് കൺസേൺ വിത്ത് ചേഞ്ചസ് ഇൻ നോളജ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. In its most usual forms, it concentrates on developing such health practices as are believed to bring about the best possible state of well-being. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു നല്ലൊരു ഡെഫിനേഷന്. ഇത് നമ്മൾ ബൈ ഹാർട്ടാക്കിയിരിക്കണം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് 100% നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇറ്റ്സ് ഗിവൺ ഇൻ ബ്ലാക്ക് ലെറ്റേഴ്സ് ഇൻ യുവർ ബുക്ക്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. ദ പ്രോസസ് ബൈ വിച്ച് വൺ ഇനേബിൾസ്
any individual or group of individuals to realize the health needs and match them with necessary health related behavior for the attainment of positive health. അപ്പോൾ thus health education involves people individually, collectively in the adoption of practice of patterns of behavior necessary for the പ്രിസർവേഷൻ ആൻഡ് എൻജോയ്മെൻറ്റ് ഓഫ് നോർമൽ ആൻഡ് സൗണ്ട് ഹെൽത്ത്. അപ്പോൾ ഒരു പ്രാക്ടീസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഉദ്ദേശിക്കുന്നത് ഒരു പ്രാക്ടീസ് ഒരു ബിഹേവിയർ നമ്മളുടെ ജീവിതത്തിൽ സായത്തമാക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുക, സിമ്പിൾ എക്സാമ്പിളാണ്. പല്ല് തേക്കുക. എല്ലാപ്പോഴും പല്ല് തേച്ചില്ലെങ്കിൽ എന്താ പറ്റുക, ജേംസ് ഉള്ളിൽ പോകും അല്ലേ. അപ്പം അത് പ്രോപ്പർ ഹൈജീനിക് പ്രാക്ടീസാണ്. അത് നമ്മളൊരു ബിഹേവിയറായിട്ട് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇത് എന്തുകൊണ്ടാണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ടാണ് അത് സംഭവിച്ചത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി നമുക്കറിയാം, നമ്മൾ പല്ല് മര്യാദയ്ക്ക് കഴുകിയില്ലെങ്കിൽ ജേംസ് ഉണ്ടാവും, അതുവഴി പല്ലും കേടാവും, പിന്നെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. Therefore, health education has to do with knowing the health needs and the action for fulfillment of those needs. It is a process in which the people are helped to learn what is good for themselves. എന്തൊക്കെയാണോ അവർക്ക് നല്ലത് അത് പഠിക്കുക, എന്തൊക്കെയാണോ ചീത്ത, what is bad for themselves they have to avoid, and their health and to adopt patterns of behavior which will ensure normal health. നല്ല ബിഹേവിയർ അവർ കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. വാട്ട് ഈസ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ? ഇത് രണ്ടും എപ്പിഡമോളജിയിൽ വരുന്നതാണ്. പ്രൈമറി പ്രിവെൻഷൻ ഇൻ എപ്പിഡമോളജി റെഫേഴ്സ് ടു ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നതാണ്. എപ്പിഡമോളജി എന്നുള്ള ഒരു സബ്ജക്റ്റിൽ വരുന്നതാണ് പ്രൈമറി പ്രിവെൻഷൻ. ആ പ്രൈമറി പ്രിവെൻഷൻ്റെ ഉള്ളിൽ റെഫർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഓൾ പ്രാക്ടീസസ് ആൻഡ് മെഷേഴ്സ് ടു ബി ഒബ്സർവ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് നോർമൽ ഹെൽത്ത്. നമ്മുടെ നോർമൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണോ പ്രാക്ടീസസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അതാണ് ഹെൽത്ത് പ്രൊമോഷൻ. എന്ന് വെച്ചാൽ ഈറ്റിംഗ് പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് and optimum when taking bath and brushing teeth properly, right amount of exercise, rest and good clothing, shelter, personal hygiene, pure drinking water and breathing fresh air and such small practices. ഈ ചെറിയ പ്രാക്ടീസസ് നമ്മൾക്ക് ഹെൽത്ത് പ്രൊമോഷനെ സഹായിക്കും. നെക്സ്റ്റ് ഇസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സാധനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് ഇറ്റ് ഈസ് ഗിവൺ ബൈ സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഇമ്മ്യൂണൈസേഷൻ ഇസ് എ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, സ്പെസിഫിക് ആയിട്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊഫൈലാറ്റിക് ഡ്രഗ്സ് കഴിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രൊഫൈലാറ്റിക് എന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന അസുഖം വരാതിരിക്കും. പിന്നെ പ്രൊട്ടക്റ്റീവ് അപ്ലയൻസസ് ലൈക്ക് മോസ്കിറ്റോ നെറ്റ്സ്, ഫ്ലൈ പ്രൂഫ്സ് എക്സെട്ര, ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് പ്രൊട്ടക്ഷൻസ്. മോസ്കിറ്റോ നെറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ മോസ്കിറ്റോസ് നമ്മളെ കടിക്കാതിരിക്കും. അതുവഴി നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് മലേറിയയോ അങ്ങനെ വലിയ ഡെങ്കു അങ്ങനത്തെ ഫീവേഴ്സൊന്നും വരാതിരിക്കും. അതാണ് രണ്ട് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ. 3 ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻസ് ആണ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറി പ്രൊട്ടക്ഷനിൽ വരുന്നത് ജസ്റ്റ് ബിഫോർ ഒക്കറൻസ് ഓഫ് ഡിസീസ് ആണ് പ്രൈമറി പ്രൊട്ടക്ഷൻ. അസുഖം വരുന്നതിന് ജസ്റ്റ് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ അസുഖം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ പ്രൈമറി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ ഒക്കറൻസ് ഓഫ് എനി ഡിസീസ്. ഇറ്റ് ഈസ് ടു prevent the occurrence of disease. Secondary level of prevention refers to curative care. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതിനെ നമ്മൾ സെക്കൻഡറി ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുകയാണ്. ട്രീറ്റ്മെൻറ്റ് ഗിവൺ ആഫ്റ്റർ ദ ഓക്കറൻസ് ഓഫ് എനി ഡിസീസ്. അപ്പോൾ നമുക്ക് പനി വന്നു, പാരസെറ്റമോൾ കഴിച്ചു, ഇറ്റ് ഇസ് സെക്കൻഡറി ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, prevention. Next is tertiary level of prevention. Tertiary level of prevention എന്ന് വെച്ചാൽ നമുക്ക് അസുഖം വന്നു, പനി വന്നു കഴിഞ്ഞ് നമ്മൾ പനി മാറി, അത് കഴിഞ്ഞിട്ടൊരു ക്ഷീണം വരുമല്ലോ, അതാണ് കോൺവാലസൻസ് പീരീഡ്. ആ പീരീഡിൽ നമുക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റിയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യണതിനാണ് tertiary level of prevention എന്ന് പറയുന്നത്. Tertiary level of prevention refers to the disability, limitation, prevention of complication and deformity and rehabilitation if any handicap has already occurred. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ പോണത് നീഡ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആവശ്യം? ഇപ്പോൾ തന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് ഹെൽത്ത് പ്രൊമോഷൻ നടക്കില്ല. പ്രോപ്പർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പം ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബീസിറ്റി വരാം. അതുവഴി നമുക്ക് വേറെ ഡയബറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കൊളസ്ട്രോൾ കൂടാം, അങ്ങനെ BP കൂടാം. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരുവിധം അറിയാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയതൊന്നും നമുക്കറിയാം. അവോയ്ഡ് ഓവർ ഈറ്റിംഗ് ആൻഡ് അവോയ്ഡ് സ്റ്റാർവേഷൻ. രണ്ടും നമുക്ക് ബോഡിക്ക് കൊള്ളില്ല എന്ന് ഏത് കുഞ്ഞിനും ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ആൾക്കാരുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള നോളജ് കുറച്ച് പണ്ടത്തെക്കാളും വളരെ കൂടുതലാണ്. അതേപോലെ എക്സസൈസ് ഇസ് എ മസ്റ്റ്. എവറിബഡി നോസ് ദാറ്റ് വിതൗട്ട് എൻ എക്സസൈസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെയിൻറ്റെയിൻ അവർ പ്രോപ്പർ ഹെൽത്ത്. ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാക്സിമം എല്ലാവരും ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാരൊക്കെ. ഓക്കെ, നീഡ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ ഒരു 7 ഫാക്ടേഴ്സ് ഉണ്ട് നീഡ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ. ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ is a process that aids people to find out their health needs and activate them for a suitable behavior. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണോ അസുഖം അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒബീസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ എണ്ണമയമുള്ള ഫുഡുകൾ കുറയ്ക്കണം. ഇതൊക്കെയാണ് ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ. അപ്പോൾ അത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയറായിട്ട് നമുക്ക് കൂട്ടാം. ലാക്ക് ഓഫ് നോളജ്. ഇപ്പം നീഡ് ഓഫ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഷോസ് ദാറ്റ് മെനി തിങ്സ് ആർ കൺസേൺഡ് വിത്ത് ഹെൽത്ത് ആർ നോട്ട് പ്രോപ്പർലി നോൺ. ഈവൻ ആഫ്റ്റർ ഫോളിങ് സിക്ക് മെനി പീപ്പിൾ ഡു നോട്ട് സീക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർലി. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലും അവർക്കറിയില്ല ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണണം എന്നുള്ളത്. ഇപ്പം ഒരു ചെറിയ തൊണ്ടവേന 4-5 ദിവസം നിന്നും അതും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് മാറില്ല. ഇതിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാരത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് നോളജ് ഈസ് എ ഫാക്ടർ ദെയർ. Even at the time of sickness, the health need is not fully appreciated or realized by people. After knowing what can be done and should be done, the individual or the people have to adopt the course of action that is available and practically feasible. Then, lack of practice. Health education is the entire process of involving people in learning about health and disease and aiding them to act suitably for overcoming illness and preserving a positive health. Health education is not a one-time affair. ഒരു one-time affair അല്ല. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം ഫുള്ള് അത് പ്രാക്ടീസ് ചെയ്യുകയും അത് കൊണ്ടുപോവുകയും വേണം. നമ്മുടെ ലൈഫിൻ്റെ കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈവൻ ഇഫ് ദ പീപ്പിൾ വിത്ത് എ ഹൈ ജനറൽ എഡ്യൂക്കേഷൻ may not know sufficiently on health matters, and even if they know, their behavior may not be fully conducive to good health. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നം. അതായിരിക്കും മിക്കവാറും ലാക്ക് ഓഫ് പ്രാക്ടീസ്. അറിഞ്ഞിട്ടും അവർ ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരു പ്രശ്നം വരാം. പിന്നെ യൂണിവേഴ്സൽ നീഡ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് നീഡഡ് ഫോർ ഓൾ ഏജസ്, ബോത്ത് സെക്സസ്, ഓൾ ക്ലാസ്സസ് ഓഫ് കമ്മ്യൂണിറ്റി, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. യൂണിവേഴ്സൽ നീഡുള്ള സാധനമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ഹെൽത്ത് ബിഹേവിയർ. Unless proper health behavior is ensured, education cannot be completed. At the same time, the knowledge or understanding the reason behind a particular behavior and formation of a favorable attitude for behavior are also equally important. ഹെൽത്ത് ബിഹേവിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ലേണിംഗ് ആൻഡ് ഡൂയിങ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ ആക്റ്റീവ് പ്രോസസ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓരോ ദിവസം കൂടുന്നതോടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇന്നത് പഠിച്ചു കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് നമുക്ക് എത്രയും അറിയാം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂടുതലൊന്നും അറിയേണ്ടെന്നല്ല. ഓരോ ദിവസം ഓരോ വർഷങ്ങൾ പാസ് ചെയ്യും തോറും ഹ്യൂമൻ നോളജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് എങ്ങനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അപ് ടു ഡേറ്റ് ആയിരിക്കണം, അല്ലേ? നമ്മുടെ നോളജ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. സംടൈംസ് പീപ്പിൾ മേ ഒബ്സർവ് സർട്ടൻ ഹൈജീനിക് ഓർ ഹെൽത്ത് പ്രാക്ടീസസ് വിത്തൗട്ട് നോയിങ് വൈ ദേ ആർ ഡൂയിങ് സോ. ദേ മേ ബി ഇമിറ്റേറ്റിംഗ് സം അതർ വിത്തൗട്ട് റിയലൈസിംഗ് ദ പർപ്പസ് ഓഫ് ദെയർ ബിഹേവിയർ. Health education helps in giving them necessary meaning behind their own proper and useful action. എന്താണോ നമ്മൾ ചെയ്യണത്, പണ്ടത്തെ ആൾക്കാർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്കറിയില്ല അതിൻ്റെ ഗുണങ്ങൾ എന്താണ്. പക്ഷേ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതിനനുസരിച്ച് അത് നമുക്ക് കൂടെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കുകയും ചെയ്യും.
Then changes of attitude. Health education may be necessary to change the attitude. The patient's attitude towards treatment or towards doctors should be essentially favorable. Doctor's attitude towards a patient has necessary to be kind and sympathetic, and the attitude is as important as acquiring the knowledge or information for preventive action like immunization, sanitary precautions, hygienic practice, medical checkup, etc. Mere acquisition of knowledge will not help unless there is a desire or tendency to do something for the maintenance of health. നമുക്ക് ആറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആറ്റിറ്റ്യൂഡും കൂടി വേണം. എന്നാലേ കാര്യങ്ങൾ നല്ല രീതിക്ക് നടക്കുകയുള്ളൂ എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഓക്കെ.